ഇന്ത്യയിൽ വിവാഹപൂർവ്വ ലൈംഗികത എന്ന് പറയുന്നത് ഒരു തെറ്റായിട്ടാണ് ഇപ്പോഴും കാണുന്നത്. പക്ഷെ നമ്മളെ ഇത് തെറ്റാണ് എന്ന് പഠിപ്പിച്ച ബ്രിട്ടനിൽ ഇപ്പോൾ പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നത് വളരെ കോമൺ ആയ ഒരു കാര്യമാണ്. അതെന്താ അങ്ങനെ ആയിപ്പോയത്? ഞാനൊന്ന് പറഞ്ഞോട്ടെ. സെക്സിനെ കുറിച്ചുള്ള ലോകത്തിലെ ഏറ്റവും പോപ്പുലറായ പുസ്തകം കാമസൂത്രയാണ്. അതുണ്ടായത് ഇന്ത്യയിലാണ്. പക്ഷേ ഇന്ന് ഇന്ത്യയിൽ സെക്സ് എന്ന് പറയുന്നത് ഒരു ടാബു സബ്ജക്റ്റാണ്. സെക്സിൻ്റെ കാര്യം പോട്ടെ, ഇവിടെ പബ്ലിക്കായിട്ട് ഒന്ന് കിസ് ചെയ്യുന്നത് തന്നെ ഇപ്പോഴും തെറ്റായിട്ടാണ് കാണുന്നത്. കാമസൂത്ര എന്ന് പറയുന്ന പുസ്തകം ഇവിടെ ഉണ്ടാവണമെങ്കിൽ സെക്സിനെ കുറിച്ച് അത്രയും ഡീപ്പായിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഇന്ത്യക്കാർക്ക് ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ അങ്ങനെ ഇരുന്നൊരു രാജ്യം എങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്? അതിന് കാരണം ഇവിടെ ബ്രിട്ടീഷുകാർ ഭരിച്ചതാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച സമയത്ത് അവരുടെ വിക്ടോറിയൻ എറ മൊറാലിറ്റിയും കൂടെ ഇവിടെ കൊണ്ടുവന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തു. സോ അങ്ങനെയാണ് സെക്സ് ഒരു പാപമാണ് എന്ന ചിന്ത ഇന്ത്യക്കാരെ മനസ്സിലേക്ക് വരുന്നത്. അതുമാത്രമല്ല, ഒരു പെണ്ണിൻ്റെ വിർജിനിറ്റി എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് എന്നാണ് വിക്ടോറിയൻ ഇറ ഇന്ത്യക്കാരെ പഠിപ്പിച്ചത്. സോ ഇന്ത്യക്കാരുടെ സെക്സിനോടുള്ള മനോഭാവം ഭയങ്കരമായിട്ട് മാറിയത് ഈ ബ്രിട്ടീഷ് ഭരണത്തോടു കൂടിയാണ്. അത് കഴിഞ്ഞ് 1947 ബ്രിട്ടീഷുകാർ ഇന്ത്യ ഉപേക്ഷിച്ച് പോയി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയുടെയും ബ്രിട്ടൻ്റെയും അവസ്ഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോഴും പ്രീ മാരിറ്റൽ സെക്സ് തെറ്റായിട്ടാണ് കാണുന്നത്. ബ്രിട്ടനിൽ അതൊരു കോമൺ കാര്യമായിട്ടും കാണുന്നു. എന്താണ് ഈ ഒരു മാറ്റത്തിന് കാരണം? ആദ്യം നമുക്ക് ബ്രിട്ടൻ്റെ കാര്യം എടുക്കാം. ബ്രിട്ടനിൽ വലിയ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് 1961 1961 കൂടി ഒരു സാധനം അവിടെ ആർക്ക് വേണമെങ്കിലും പോയി വാങ്ങാവുന്ന രീതിയിൽ അവൈലബിൾ ആയി തുടങ്ങി. അതാണ് ബർത്ത് കൺട്രോൾ പിൽസ് എന്ന് ചുരുക്കി പറയും. ഈ പിൽസ് അവൈലബിൾ ആയി തുടങ്ങിയതോടുകൂടി ചരിത്രത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് റീപ്രൊഡക്ഷൻ്റെ കാര്യത്തിൽ ഒരു കൺട്രോൾ കിട്ടി. അത്രയും കാലം ഇവരുടെ സെക്ഷൽ പാർട്ട്ണർ പ്രൊട്ടക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഇവർക്ക് ഗർഭിണിയാവാതിരിക്കാമായിരുന്നു. പക്ഷേ ഇതിന് ശേഷം, ഈ പില്ല് വന്നതിന് ശേഷം അൺപ്രൊട്ടക്റ്റഡ് സെക്സ് ആണെങ്കിൽ പോലും ഇവർ ഗർഭിണിയാവുന്നത് തടയാൻ ഇവർക്ക് സ്വയം പറ്റും എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. സോ അതോടുകൂടി സെക്സിൻ്റെ കാര്യത്തിൽ സ്ത്രീകൾക്ക് വലിയൊരു സ്വാതന്ത്ര്യം കിട്ടി. കാരണം പ്രീ മാരിറ്റൽ സെക്സിൻ്റെ ഏറ്റവും വലിയ റിസ്ക് എന്താ? പ്രഗ്നൻ്റ് ആവുക എന്നുള്ളതാണ്. എന്നിട്ട് അച്ഛനില്ലാത്ത കൊച്ചിനെ നോക്കേണ്ടി വരും, ഇല്ലെങ്കിൽ അബോർഷൻ പോലുള്ള വലിയ റിസ്ക് എടുക്കേണ്ടി വരും. പക്ഷേ ഈ പില്ല് വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഒഴിവായി. സോ പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നത് റിസ്ക് ഇല്ലാത്തൊരു കാര്യമായിട്ട് മാറിയതോടുകൂടി ഇത് വളരെ കോമൺ ആയ ഒരു കാര്യമായിട്ട് ബ്രിട്ടനിൽ മാറി. ഇനി അടുത്ത ഒരു റീസൺ റിലീജിയൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞതാണ്. പിന്നീടുള്ള വർഷങ്ങളിൽ ബ്രിട്ടനിലെ ജനത കൂടുതൽ സെക്യുലറായി മാറി. റിലീജിയസ് ആയിട്ടുള്ള തോട്ട്സ് കുറഞ്ഞു. പിന്നെയും റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിലും അവരുടെ മേലുള്ള ഈ മതത്തിൻ്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അതായത് ആരാധനാലയങ്ങളിൽ അവരെത്തും, വിവാഹത്തിനൊക്കെ പോവും എന്നല്ലാതെ അവരൊരു ഡെയിലി ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഫാമിലി ലൈഫിലൊക്കെ മതത്തിൻ്റെ സ്വാധീനം നല്ല രീതിയിൽ കുറഞ്ഞു. അപ്പോൾ ഈ മതവുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ ഈ സെക്സിന് പാപബോധമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞതോടുകൂടി ഈ പാപബോധം അങ്ങോട്ട് പോയി. പിന്നെ അതൊരു പേഴ്സണൽ ചോയ്സായി. അപ്പോൾ ഇതിനോട് താല്പര്യമുള്ളവർക്ക്, ആണാണെങ്കിലും പെണ്ണാണെങ്കിലും, യാതൊരു പാപബോധവും ഇല്ലാതെ ചെയ്യാം എന്നൊരു സ്ഥിതിയിലേക്ക് എത്തി. 2014 ഒരു കണക്കനുസരിച്ച് ബ്രിട്ടനിലെ 87% പേർക്കും പ്രീ മാരിറ്റൽ സെക്സ് ഒരു തെറ്റാണെന്ന് തോന്നുന്നില്ല. സോ പണ്ട് ടാബു ആയി കരുതിയിരുന്ന ഒരു കാര്യം കാലാകാലങ്ങളായിട്ട് വളരെ നോർമലായ ഒരു കാര്യമായിട്ട് മാറി. മറ്റൊരു കാരണം മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. മീഡിയ എന്ന് പറയുമ്പോൾ മ്യൂസിക് ആണെങ്കിലും സിനിമയാണെങ്കിലും TV ആണെങ്കിലും അവിടെ കുറച്ചുകൂടെ സെക്ഷൽ എക്സ്പ്രഷൻസ്, സെക്ഷൽ ആക്ടിവിറ്റീസൊക്കെ കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഡിസ്പ്ലേ ചെയ്യാൻ തുടങ്ങി. സോ ഇതൊരു മൂടി വെക്കേണ്ട, രഹസ്യമാക്കി വെക്കേണ്ട കാര്യമാണ് എന്ന മൈൻഡ് സെറ്റിൽ നിന്നൊക്കെ മാറി. ഇത് കുറച്ചുകൂടെ ആൾക്കാർക്ക് കാണാവുന്ന രീതിയിൽ കണ്ട് ഇത് കുറച്ചുകൂടെ കോമൺ ആയിട്ട് മാറി. രണ്ടാമത്തെ കാര്യം, സെക്സിനെ കുറിച്ചുള്ള ഓപ്പൺ ഡിസ്കഷൻസ് വന്നു. നമുക്കിപ്പോൾ OTT പ്ലാറ്റ്ഫോമുകളിൽ പഴയ ബ്രിട്ടീഷ് സിനിമകളൊക്കെ കാണാം, പഴയ സീരീസുകൾ കാണാം. അതൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ സെക്സുമായി ബന്ധപ്പെട്ട തമാശ രീതിയിലുള്ള കോൺവെർസേഷൻസും അല്ലാത്ത രീതിയിലുള്ള കോൺവെർസേഷൻസൊക്കെ വളരെ കാഷ്വലായിട്ട് ഈ സിനിമകളിലും സീരീസുകളിലൊക്കെ കാണാം. ഈ സീരീസുകൾ പലതും TV വന്നിരുന്നതാണ്, അതായത് ഫാമിലി മൊത്തം കണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ കോമൺ ആയി ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറാൻ ഈ മീഡിയയുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് സാധിച്ചു. അടുത്തൊരു കാരണം വുമൺ എംപവർമെൻ്റ് ആണ്. വുമൺ എംപവർമെൻ്റ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് വർക്ക് പ്ലേസിലുള്ള പ്രാതിനിധ്യം, അവരുടെ ഒരു ഫൈനാൻഷ്യൽ ലിബറേഷൻ എന്നതിനൊപ്പം തന്നെ അവരൊരു സെക്ഷൽ ലിബറേഷൻ അതിൻ്റെ ഭാഗമാണ്. സോ സെക്ഷൽ ലിബറേഷൻ എന്ന് പറയുന്നത് ഒരു സ്ത്രീ വിർജിനായി തന്നെ നിലനിൽക്കണം, വിവാഹത്തിന് വേണ്ടി ഈ വിർജിനിറ്റി സൂക്ഷിച്ചു വെക്കണം എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് മാറി. അവൾ കുറച്ചുകൂടെ ലിബറേറ്റഡായി. സോ വിവാഹത്തിന് മുമ്പും അവൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവൾക്ക് സെക്സ് ചെയ്യാം. ഇനി സെക്സ് ചെയ്യാൻ വേണ്ടി മാത്രം ഒരു വിവാഹം കഴിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ രീതിയിലേക്കൊക്കെ മൈൻഡ് സെറ്റ് മാറി. സോ വരുമാനമുള്ള ഒരുപാട് സിംഗിൾ വുമൺസ് അവിടെ വന്നു. അവരൊറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോൾ അവർക്ക് പ്രീ മാരിറ്റൽ സെക്സിന് കുറച്ചുകൂടെ ഒരു സാഹചര്യങ്ങൾ കിട്ടി. സോ വുമൺ എംപവർമെൻറ്റിലൂടെ സ്ത്രീകൾ കുറച്ചുകൂടെ സ്വതന്ത്രരായതും അവർക്ക് കുറച്ചുകൂടെ ഫൈനാൻഷ്യൽ ലിബർട്ടി കിട്ടിയതുമെല്ലാം
പ്രീ മാരിറ്റൽ സെക്സ് കോമൺ ആവാനുള്ള ഒരു കാരണമായിട്ട് മാറി. ഇനി നമുക്ക് ഇന്ത്യയുടെ കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് ഭരിച്ചപ്പോൾ അവരുടെ വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ സദാചാരബോധം ഇന്ത്യക്കാരെ മനോഭാവം നല്ല രീതിക്ക് മാറ്റി. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ഇന്ത്യക്കാരെ മനോഭാവത്തിൽ മാറ്റമൊന്നുമില്ല. അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇന്ത്യയിൽ ഒരു പെൺകുട്ടിയുടെ വിർജിനിറ്റി എന്ന് പറയുന്നത് അവളുടെ പേഴ്സണൽ ചോയ്സായിട്ട് ഇപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിനെ കുടുംബത്തിൻ്റെ മാനവുമായിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഒരു വീട്ടിലെ പെൺകുട്ടി വിവാഹത്തിന് മുമ്പ് സെക്സ് ചെയ്തു കഴിഞ്ഞാൽ അവൾ വിർജിൻ അല്ലെങ്കിൽ അത് അവളുടെ ഒരു പേഴ്സണൽ ചോയ്സ് അല്ല, അവൾ കുടുംബത്തിൻ്റെ മാനം കളഞ്ഞു എന്നാണ് പറയുന്നത്. സോ ഒരു വീട്ടിലൊരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടി വിവാഹം വരെ വിർജിനായി ഇരിക്കേണ്ടത് ആ കുടുംബത്തിൻ്റെ ആവശ്യമാണ്. കാരണം അവളുടെ വിർജിനിറ്റി വെച്ചാണ് ബാക്കി സമൂഹം ഈ കുടുംബത്തിന് വിലയിരുത്തുക. അപ്പോൾ ഈ പെൺകുട്ടി വിർജിൻ ആയില്ല, അവൾ വിവാഹത്തിന് മുമ്പ് വിർജിനിറ്റി പോയെങ്കിൽ അത് പറഞ്ഞ് കുടുംബത്തിനെ കുറ്റപ്പെടുത്തും. നിങ്ങൾ കൊള്ളൂലാഞ്ഞിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെ ആയതെന്ന് പറയും. സോ കുടുംബത്തിൻ്റെ മാനം മുഴുവൻ ആ പെൺകുട്ടിയുടെ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇപ്പോഴും ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. സോ അതൊരു പേഴ്സണൽ ചോയ്സായിട്ട് ഇപ്പോഴും അംഗീകരിക്കാത്തതുകൊണ്ടാണ് പ്രീ മാരിറ്റൽ സെക്സ് ഇന്ത്യയിൽ ടാബു ഇട്ട് കാണുന്നതിൻ്റെ ഒരു കാരണം. ഇനി രണ്ടാമത്തെ റീസൺ, ഇന്ത്യയിൽ പ്രീ മാരിറ്റൽ സെക്സ് നിയമം മൂലം അലൗഡാണ്. അതായത് പ്രായപൂർത്തിയായ 2 പേർക്ക് പരസ്പര സമ്മതത്തോടു കൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് ഇന്ത്യയിൽ കേസൊന്നുമില്ല. പക്ഷേ സമൂഹം ഇത് അംഗീകരിച്ചിട്ടില്ല, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടില്ല. സോ ഇപ്പോഴും സമൂഹം വിശ്വസിക്കുന്നത് ഇത് നിയമപരമായി തെറ്റാണെന്നാണ്. നിയമം തെറ്റാണെന്ന് പറയുന്ന കാര്യം എന്തായാലും തെറ്റായിരിക്കുമല്ലോ എന്ന രീതിയിലാണ് അവരിപ്പോഴും വിശ്വസിച്ച് വരുന്നത്. പക്ഷേ നിയമം ഇത് അലോ ചെയ്യുന്നുണ്ട്. നമ്മൾ ആസ് എ സൊസൈറ്റിയാണ് അതിപ്പോഴും സമ്മതിച്ചു കൊടുക്കാത്തത്. ഇനി അടുത്തൊരു റീസൺ, ബ്രിട്ടനിൽ വന്ന സോഷ്യൽ ചേഞ്ചിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ചേഞ്ച് ഇന്ത്യയിൽ വളരെ സ്ലോ ആയിട്ടേ നടക്കുന്നുള്ളൂ. നമുക്കറിയാം ഈ പ്രീ മാരിറ്റൽ സെക്സ് എന്നൊക്കെ പറയുന്നത് കുറച്ചുകൂടെ അർബൻ പോപ്പുലേഷനിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു യങ് ജനറേഷൻ്റെ ഇടയിൽ കുറച്ചുകൂടെ കോമൺ ആണ്. കാരണം അവർ കുറച്ചുകൂടെ ലൈറ്റായിട്ട് ജീവിതത്തെ എടുക്കുന്നുണ്ട്, അവർ കൂടുതൽ ആൾക്കാരോട് സംസാരിക്കുന്നുണ്ട്, ഇൻ്റർനാഷണലി എന്താണ് നടക്കുന്നതെന്ന് അവർക്കറിയാം. സോ അവരുടെ ഒരു സോഷ്യൽ മൈൻഡ് സെറ്റൊക്കെ വേറെയാണ്. സോ കുറേ സ്ഥലത്തൊക്കെ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ള ഒരു രാജ്യമാണ്. ഇതിൻ്റെ മെജോറിറ്റി പോപ്പുലേഷനും ഒരു റൂറൽ അല്ലെങ്കിൽ സെമി അർബൻ കമ്മ്യൂണിറ്റികളാണ്. അവിടെയൊന്നും ഈ സെക്ഷൽ ലിബറേഷൻ കാര്യമായിട്ട് വന്നിട്ടില്ല. പ്രീ മാരിറ്റൽ സെക്സ് ഇപ്പോഴും അവിടെ ഒരു ടാബു സബ്ജക്റ്റാണ്. ഇനി അടുത്ത റീസൺ ലിറ്ററസിയാണ്. ബ്രിട്ടൻ 100% ലിറ്ററേറ്റ് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. സോ എഡ്യൂക്കേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആൾക്കാർ ഇത്തരം കാര്യങ്ങളിലേക്ക് ലോക്ക്ഡ് അല്ല, അവർ കുറച്ചുകൂടെ ഓപ്പൺ മൈൻഡഡ് ആണ്. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും പോപ്പുലേഷനുള്ള ഒരു രാജ്യത്ത് എഡ്യൂക്കേഷൻ ഇപ്പോഴും എല്ലായിടത്തേക്കും എത്തിയിട്ടില്ല. സോ എഡ്യൂക്കേറ്റഡ് അല്ലാത്തതുകൊണ്ട് ഇവർ ഇത്തരം ചിന്തകളിലാണ് ഇപ്പോഴും കഴിയുന്നത്. ഇതൊക്കെ ടാബു ആണ് എന്നൊരു കാര്യം തന്നെ വിശ്വസിച്ചാണ് കഴിയുന്നത്. മാത്രമല്ല ഈ നിയമങ്ങളെക്കുറിച്ച് അവർക്ക് ധാരണയില്ല. സോ സെക്സ് ആയാലും പ്രീ മാരിറ്റൽ സെക്സ് ആയാലും ഒരു ടാബു സബ്ജക്റ്റായിട്ട് തന്നെ ഇന്ത്യയിൽ നിലനിൽക്കുകയാണ്. സോ അടുത്ത റീസൺ റിലീജിയൻ്റെ ഒരു ഇൻഫ്ലുവൻസ് ആണ്. നേരത്തെ പറഞ്ഞല്ലോ ബ്രിട്ടനിൽ കുറച്ചുകൂടെ സെക്യുലർ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റും പിന്നെ ഇൻഫ്ലുവൻസ് ഓഫ് റിലീജിയൻ എന്ന് പറയുന്നത് ഒരു ഫാമിലി അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലെവലിലേക്ക് കുറവാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. ഇന്ത്യയിൽ ഇപ്പോൾ മതങ്ങൾ കുറച്ചുകൂടെ ശക്തി പ്രാപിക്കുന്നുണ്ട്. അതിന് കാരണം ഒരു പേടിയാണ്. ഇവിടുത്തെ പല പല കളികൾ കാരണം ഒരു മതത്തിൽപ്പെട്ട ആൾക്ക് മറ്റ് മതക്കാരെ പേടിയാണ്. അവർ വേറെന്തോ ചെയ്യാൻ പോകുന്നു എന്നുള്ളൊരു പേടിയിലാണ് ഇവർ കഴിയുന്നത്. അപ്പോൾ മറ്റ് മതക്കാരുടെ ഒരു ഭീഷണി ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ മതത്തിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആവണം. സ്ട്രോങ് ആവാന്ന് പറഞ്ഞാൽ എന്താ? ഓരോ മതത്തിൻ്റെയും ട്രഡീഷണൽ വാല്യൂസിലേക്ക് നമ്മൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് അതിനെ ഫോളോ ചെയ്ത് വരണം. ഏത് മതത്തിൻ്റെയും ട്രഡീഷണൽ വാല്യൂ എന്ന് പറയുന്നത് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഒരു പെണ്ണിൻ്റെ വിർജിനിറ്റി എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമായിട്ടാണ് വെച്ചിരിക്കുന്നത്. സോ മതത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അവിടെ പ്രീ മാരിറ്റൽ സെക്സ് എന്ന് പറയുന്നത് അലൗഡായ ഒരു കാര്യമേ അല്ല. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങൾ കുറച്ചുകൂടെ ലിബറൽ ആവുന്നു, സെക്യുലർ ആവുന്ന സമയത്ത് നമ്മൾ കുറച്ചുകൂടെ റിലീജിയസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ബ്രിട്ടൻ എന്ന രാജ്യം ഇന്ത്യയെ കീഴടക്കിയിട്ട് ഇന്ത്യക്കാരുടെ മൈൻഡ് സെറ്റൊക്കെ മാറ്റി. എന്നിട്ട് അവർ പോയിട്ട് ഇപ്പോൾ ഇൻഡിവിജ്വൽ ഫ്രീഡത്തിനും പേഴ്സണൽ ചോയ്സുകൾക്കൊക്കെ പ്രാധാന്യം നൽകി ജീവിച്ചു പോകുന്നു. പക്ഷേ ഇന്ത്യക്കാരാണെങ്കിൽ സമൂഹത്തിനെ പേടിച്ച് മതത്തിൻ്റെ ചട്ടക്കൂടിലേക്ക് ഒതുങ്ങി പെണ്ണിൻ്റെ ശരീരത്തിലാണ് കുടുംബത്തിൻ്റെ മാനം എന്നൊക്കെ വിശ്വസിച്ചിട്ട് ഇൻഡിവിജ്വൽ ഫ്രീഡവും പേഴ്സണൽ ചോയ്സൊക്കെ അടിച്ചമർത്തി അതേ മനോഭാവത്തിൽ തന്നെ ജീവിച്ചു പോകുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഈ ചാനലിലെ മറ്റു വീഡിയോസ് കണ്ടുനോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.